സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് കാണിമംഗലത്തുള്ള എല്ലാവരും കൂടി അമ്പലത്തിലൊരു പൂജയ്ക്ക് എത്തിയിരിക്കുകയാണ്. മുത്തശ്ശി നേരത്തെ രാധികയോട് അമ്പലത്തിൽ ഉടനെ തന്നെ ഒരു പൂജ നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുത്തതിന് ശേഷം മോള് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. അങ്ങനെ മുത്തശ്ശി പറഞ്ഞത് പ്രകാരം ആ പൂജയിൽ പങ്കെടുക്കാനാണല്ലോ എല്ലാവരും ആ ഒരു കുടുംബക്ഷേത്രത്തിലെത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഈ സമയം വരണാണെങ്കിൽ രാധികയോട്ടുള്ള കുറുമ്പുകളൊക്കെ കാണിച്ച് രാധികയുടെ പിന്നാലെ തന്നെ കൂടുവാണ്. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയം വരണിൻ്റെ കണ്ണ് രണ്ടും രാധികയുടെ മേത്തായിരിക്കും കേട്ടോ. ഈ സമയം തിരിഞ്ഞു നോക്കുന്ന രാധികയും ഇത് കാണുന്നുണ്ട്. രാധികയാണെങ്കിൽ ആരെങ്കിലും ഇതെങ്ങനെ കണ്ടാലോ വരനോടൊന്നും മര്യാദയൊക്കെ നിൽക്കാനായിട്ട് കൈകൊണ്ടൊക്കെ കാണിച്ച് വരണിൻ്റെ ശ്രദ്ധ തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനും പത്മിനിയും കൂടി നടയിൽ നിന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ. അന്നേരം പരമേശ്വരനാണെങ്കിൽ വല്ലാതെ അസ്വസ്ഥനായിട്ട് നിൽക്കുമായിരിക്കും. അതുകൊണ്ട് പത്മിനി ചോദിക്കുക, എന്തു പറ്റി, കാര്യം എന്താണെന്ന് പറയൂ. അന്നേരം പരമേശ്വരൻ പറയുക, എന്തോ ഒരപകടം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ്. അതേക്കുമ്പോഴേക്കും പത്മിനി ഞെട്ടുക, അയ്യോ ആർക്ക്, എന്തപകടം? അതിനെക്കുറിച്ചൊന്നും വ്യക്തമായില്ല, പക്ഷേ നമ്മുടെ കുടുംബത്തിന് ഉടനെ തന്നെ ഒരു ആപത്ത് വരാൻ പോകുന്നതിൻ്റെ സൂചന ഭഗവാൻ തന്നു കഴിഞ്ഞു. അങ്ങനെ പരമേശ്വരനാണെങ്കിൽ വല്ലാതെ ടെൻഷനായിട്ട് കൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഭഗവാനെ, വരുണിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരപകടം സംഭവിക്കരുതേ. ഈ സമയം ഇത് കേട്ട് പിന്നിൽ നിന്നിരുന്ന വരുൺ പറയുക, നിന്റെ കഴുത്തിൽ താലി കിട്ടിയതിനാൽ ഒരിക്കലും ഒരപകടം ഉണ്ടാവില്ല കുട്ടി. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട് രാധിക തിരിഞ്ഞു നോക്കുമ്പോഴാണ് കേട്ടോ അവിടെ പിന്നെ വന്ന് നിൽക്കുന്ന വരുണിനെ കാണുന്നത്. അങ്ങനെ രാധിക അവിടെ നിന്നും പോകാൻ നേരം വരൻ രാധികയെ തടയുവാണ്. എന്നിട്ട് രാധികയുടെ അരികിലേക്ക് വന്ന് രാധികയുടെ കൈ കയറി പിടിക്കുകയാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ കയ്യിൽ നിന്ന് വിടാനായിട്ട് വരനോട് പറയുന്നുണ്ട്, വരുൺ കയ്യിൽ നിന്ന് വിട്, ആരെങ്കിലുമൊക്കെ കാണും, കണ്ട എന്തു പറയും, മര്യാദക്ക് വീട് വരുൺ. ഇല്ല, ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്, ഇപ്പോഴൊന്നും ഞാൻ പിടിവിടില്ല. ഈ സമയത്തായിരിക്കട്ടോ പരമേശ്വരൻ അതുവഴി വരുന്നത് രാധിക കാണുന്നത്. അന്നേരം രാധിക പറഞ്ഞേ, അയ്യോ വരുൺ കൈവിട്, അച്ഛൻ വരുന്നു, താൻ എന്നെ പറ്റിക്കാണെന്ന് നോക്കണ്ട. അയ്യോ വരുൺ സത്യം പറഞ്ഞത് അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് വരുണിൻ്റെ മുഖം ഇങ്ങനെ തിരിച്ച് പരമേശ്വരൻ വരുന്നത് കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ അച്ഛനെ കാണുന്നതും വരുൺ കൈയെടുക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധികയുടെ പിന്നാലെ ഫോളോ ചെയ്തു പോകുന്ന ഗൗതമിനെയാണ്. ഈ സമയം രാധിക അമ്പലത്തിൻ്റെ സൈഡിലെ ഏതൊരു മുറിയോ എന്തോ തുറക്കുവാണ് കേട്ടോ. ഇതെല്ലാം അവിടെ മറഞ്ഞു നിന്നോട്ട് ഗൗതം ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഗൗതം രാധികയെ ലക്ഷ്യമിട്ടുകൊണ്ട് എന്തോ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്